ഇത് പെറുവിലെ ഒല്ലാൻതായ് താംബോ റെയിൽവേ സ്റ്റേഷൻ. മാച്ചു പിച്ചുവിലേക്കുള്ള യാത്രയ്ക്കായി കുസ്കോയിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും മാച്ചു പിച്ചുവിലേക്കുള്ള ഒരു ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ടൂർ കമ്പനിയാണ് എന്നെ കുസ്കോയിൽ നിന്നും ഇവിടെ വരെ എത്തിച്ചത്. സ്റ്റേഷൻ കണ്ടും ചിത്രീകരിച്ചും നടക്കുകയാണ് ഞാൻ. ഈ ട്രെയിനിലല്ല എൻ്റെ യാത്ര. ഇത് പോയി കഴിഞ്ഞ് ഇതേ ട്രാക്കിൽ വരുന്ന മറ്റൊരു ട്രെയിനിലാണ്. ടൂറിസ്റ്റുകളാണ് ട്രെയിൻ കയറാൻ കാത്തു നിൽക്കുന്നത്. ടിക്കറ്റിൽ കോച്ച് നമ്പറും സീറ്റ് നമ്പറും വരെയുണ്ട്. അതും പാസ്പോർട്ടും ഒത്തുനോക്കിയ ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർ യാത്രികരെ ട്രെയിനിലേക്ക് കയറ്റുന്നുള്ളൂ. മാച്ചു പിച്ചുവിലേക്കുള്ള സന്ദർശകരുടെ എണ്ണത്തിലും മറ്റും കർശന നിയന്ത്രണങ്ങളുണ്ട്. ട്രെയിനിൽ ആളുകൾ കയറിത്തീരുന്നില്ല. ഇത് കടന്നു പോയിട്ട് വേണം 6 മണിക്കുള്ള അടുത്ത ട്രെയിനിൽ എനിക്ക് മാച്ചു പിച്ചുവിലേക്ക് പോകാൻ. പുലർച്ചെ 3:30 കുസ്കോയിൽ നിന്നും പുറപ്പെട്ടതാണ് ഞാൻ. ചെറിയ വിശപ്പ് തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു വെയിറ്റിംഗ് ഹാളുണ്ട്. അവിടേക്ക് കയറി ചെന്നു. ഹാളിന്റെ ഒരു ഭാഗം റെസ്റ്റോറന്റാണ്. ആളുകൾ ലഘുഭക്ഷണവും മറ്റും വാങ്ങിക്കഴിക്കുന്നു. ചിലർ ഭക്ഷണപ്പൊതി വാങ്ങിക്കൊണ്ടു പോകുന്നു. ഞാനൊരു കാപ്പിയും കുക്കീസും വാങ്ങി അവിടെ ഇരുന്ന് കഴിച്ചു. ട്രെയിൻ പോകുന്നത് കാണാമല്ലോ. കുറേ നേരം കാത്തിരുന്നിട്ടും ആദ്യ ട്രെയിൻ പോകുന്നില്ല. ഗ്രാമവാസികൾ പലവിധ ഉൽപ്പന്നങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വിൽക്കാനായി നടക്കുന്നുണ്ട്. തൊപ്പിയും ബാഗും കമ്പിളിഷോളും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ. പുതിയ കാലത്ത് സെൽഫി സ്റ്റിക്കുകളും അവരുടെ വിൽപ്പന വസ്തുവായി മാറിക്കഴിഞ്ഞു. കൂടുതൽ ആളുകൾ വെയിറ്റിംഗ് ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ട്രെയിനിലേക്കുള്ളവരാകാം. 6:15 ആയിട്ടും ആദ്യ ട്രെയിൻ പോകുന്നില്ല. യാത്രികരിൽ മിക്കവരും ബാക്ക് പാക്കർ ടൂറിസ്റ്റുകളാണ്. ഓരോ ബോഗിയുടെയും വാതിലിനടുത്തുള്ള ഉദ്യോഗസ്ഥർ യാത്രികരുടെ ടിക്കറ്റും പാസ്പോർട്ടുമെല്ലാം വിശദമായി തന്നെ ഒത്തുനോക്കുന്നുണ്ട്. മാച്ചു പിച്ചുവിലെ ഇൻകാ നിർമ്മിതികൾ കണ്ടും മല കയറിയും പ്രകൃതിയെ ആസ്വദിച്ചും ദിവസങ്ങളോളം അവിടെ കഴിയാൻ പോകുന്നവരാകാം. അവർ മാച്ചു പിച്ചുവിലേക്ക് പോയി എന്നെപ്പോലെ തിരക്കിട്ട് ഇന്ന് തന്നെ അവിടെ നിന്നും മടങ്ങുന്നവരാവില്ല. പെറു റെയിലിന്റെ ട്രെയിനാണിത്. എഞ്ചിൻ മൂളാനും ഞരങ്ങാനും തുടങ്ങിയിരിക്കുന്നു. ട്രെയിൻ പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നി. യാത്രക്കാരെല്ലാം കയറിയിരിക്കുന്നു. പെറു റെയിലിന്റെ ട്രെയിൻ നീങ്ങിത്തുടങ്ങി. 2 കമ്പനികളുടെ ട്രെയിനുകൾ ഇവിടെ നിന്നും സർവീസ് നടത്തുന്നുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്റെ ടിക്കറ്റിൽ ഇൻകാ റെയിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെറുവിയൻ വ്യവസായി ലോറൻസോ സൂസ ഡെബാൻബീറി 1999 സ്ഥാപിച്ചതാണ് പെറു റെയിൽ. ആദ്യ ട്രെയിൻ യാത്രയാവുകയാണ്. ഇവിടെ നിന്നും ഇനി 1.5 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട് മാച്ചു പിച്ചുവിലേക്ക്. കുസ്കോയിൽ നിന്നാണെങ്കിൽ ട്രെയിൻ യാത്രാ സമയം 4 മണിക്കൂറായിരിക്കും. പെറു റെയിലിന്റെ ട്രെയിൻ കാഴ്ചയിൽ നിന്നും മറയുകയാണ്. ഇനി വേണം എനിക്ക് പോകാനുള്ള ട്രെയിൻ പുറപ്പെടാൻ. അത് പിറകിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇൻകാ റെയിലിന്റെ വണ്ടി. അതിന്റെ ഗോവണിയും വലിച്ചുകൊണ്ട് ജീവനക്കാർ നടക്കുന്നു. ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വരികയായി. ഇതുതന്നെയാണ് എനിക്ക് കയറാനുള്ള വണ്ടിയെന്ന് ഉറപ്പുണ്ട്. പച്ചയും സിൽവറും നിറമുള്ള വണ്ടിയിലാണ് കയറേണ്ടതെന്ന് എന്നെ സ്റ്റേഷനിലെത്തിച്ച ടൂർ കമ്പനി പ്രതിനിധി പറഞ്ഞിരുന്നു. എഞ്ചിനു മുന്നിൽ IR എന്ന മുദ്രയുണ്ട്. പെറുവിലെ താരതമ്യേന പുതിയ റെയിൽവേ കമ്പനിയാണ് ഇൻകാ റെയിൽ. 2009 ഇത് പ്രവർത്തനം തുടങ്ങിയത്. മാച്ചു പിച്ചു ഉൾപ്പെടെ സേക്രഡ് വാലിയിലെ പ്രമുഖ സ്റ്റേഷനുകളിലേക്ക് മാത്രമാണ് ഇവയുടെ സർവീസ്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണിത്. ഞാൻ ആദ്യം ബുക്ക് ചെയ്തിരുന്നത് സാധാരണ ടിക്കറ്റാണെങ്കിലും പിന്നീട് ഈ കമ്പനി കൂടുതൽ പണം വാങ്ങി അത് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്ക് മാറ്റിയിരുന്നു. ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതോടെ എവിടെ നിന്നെല്ലാമോ ആളുകൾ വന്ന് കാത്തുനിൽപ്പായി. ഞാൻ കരുതിയിരുന്നത് കൂടുതൽ ആളുകളും ആദ്യ ട്രെയിനിൽ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നായിരുന്നു. 300 പേരെങ്കിലും ഈ ട്രെയിനിൽ കയറാൻ നിൽപ്പുണ്ട്. ടിക്കറ്റിൽ നോക്കിയപ്പോൾ കോച്ച് ഡിയിലാണ് എനിക്കുള്ള സീറ്റെന്ന് കണ്ടു. അതിനു സമീപത്തേക്ക് നടന്നു. കോച്ച് ഡിയുടെ വാതിലിന് മുന്നിൽ ഒരു ചെറു ഗോവണി സ്ഥാപിക്കപ്പെട്ടു. പക്ഷേ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ നിൽക്കെ മറ്റൊരു ട്രെയിൻ ഇതാ വരുന്നു.
ആൾക്കൂട്ടത്തിനിടയിലേക്കാണ് അത് ഓടിക്കയറുന്നതെന്ന് തോന്നും. അല്പസമയത്തിനകം ഒരു ഉദ്യോഗസ്ഥൻ കോച്ച് ഡിയുടെ വാതിൽ തുറന്നു. ഡി കോച്ച് ഇതുതന്നെ എന്ന ബോർഡ് വാതിലിൽ സ്ഥാപിച്ചു. ഡിയിൽ കയറാനുള്ളവർ വന്നുകൊള്ളാൻ ഉദ്യോഗസ്ഥൻ ക്ഷണിച്ചപ്പോൾ വാതിലിന് മുന്നിൽ ഒരു ക്യൂ രൂപപ്പെട്ടു. എല്ലാവരുടെയും ടിക്കറ്റും മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റും പാസ്പോർട്ടും മാച്ചു പിച്ചുവിലേക്കുള്ള പ്രവേശന പാസും പരിശോധിക്കുന്നുണ്ട്. കുസ്കോയിൽ നിന്നും മാച്ചു പിച്ചുവിലേക്കും തിരികെയുള്ള യാത്രയ്ക്കും മാച്ചു പിച്ചു പ്രവേശനത്തിനുമെല്ലാം കൂടി 20,000-ഓളം രൂപയാണ് ചെലവ്. മാച്ചു പിച്ചുവിലെ പ്രവേശനത്തിന് നിയന്ത്രണമുണ്ട്. ഒരു ദിവസം 2,500 ആളുകളെ മാത്രമേ അവിടെ പ്രവേശിപ്പിക്കൂ. ട്രെയിൻ മാർഗവും ഇൻകാ ട്രെയിനിലൂടെ കാൽനടയായുമെല്ലാമാണ് ഓരോ ദിവസവും അത്രയും ആളുകൾ മാച്ചു പിച്ചുവിലെത്തുന്നത്. ഞാൻ ട്രെയിനിലേക്ക് കയറി. ഇതാണ് ഇൻകാ റെയിലിന്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്. പല സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നു. ആഡംബരത്വമുള്ള കോച്ചാണ്. പുറത്തുനിന്നും കണ്ടതുപോലെയല്ല. നല്ല സൗകര്യങ്ങളുള്ള കോച്ച്. യാത്രക്കാർ എല്ലാവരും ടൂറിസ്റ്റുകൾ തന്നെ. ടിക്കറ്റ് പരിശോധകരും ട്രെയിനിലെ പരിചാരകരും ഇവർ തന്നെ. നിരവധി ട്രെയിനുകളുണ്ട് ഇവിടെ നിന്നും മാച്ചു പിച്ചുവിലേക്ക്. കുസ്കോയ്ക്കും ഒല്ലാൻതായ് താംബോ എന്ന ഈ സ്റ്റേഷനുമിടയിൽ പണികൾ നടക്കുന്നതുകൊണ്ടാണ് ഇവിടം വരെ എനിക്ക് ബസ്സിൽ വരേണ്ടി വന്നത്. കൃത്യം 6:30 തന്നെ ട്രെയിൻ പുറപ്പെട്ടു. കോച്ചിൽ എല്ലാ സീറ്റിലും ആളുകളില്ല. സേക്രഡ് വാലിയിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ പല സീറ്റുകളിൽ മാറി മാറിയിരുന്ന് കാഴ്ചകൾ പകർത്താമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഒല്ലാൻതായ് താംബോ സ്റ്റേഷൻ പിന്നിലായി. ഉറുബാമ്പ നദിയുടെ തീരത്തുകൂടിയാണ് യാത്ര. ഒല്ലാൻതായ് താംബോയും മാച്ചു പിച്ചുവുമെല്ലാം ഉറുബാമ്പ നദിയുടെ കരയിലാണ്. ഇൻകകളുടെ വിശുദ്ധ താഴ്വരയിലൂടെ ഒഴുകുന്ന വിശുദ്ധ നദിയാണ് ഉറുബാമ്പ. മാച്ചു പിച്ചുവിലെത്തും വരെ ഈ യാത്രയിൽ ആ നദി കാണാം. കൃഷിയിടങ്ങളിൽ പുതിയ ഹോട്ടലുകളും മറ്റും ഉയരുന്നു. മാച്ചു പിച്ചുവിന്റെ സാമീപ്യം തന്നെയാണ് അതിന് കാരണം. ഒല്ലാൻതായ് താംബോയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ധാരാളം ചെറു ഗ്രാമങ്ങളുണ്ട്. ഗ്രാമങ്ങൾക്കുമേൽ വെയിൽ പരക്കുകയാണ്. ചെറു വീടുകൾ, അതിനു ചുറ്റുമുള്ള കൃഷിയിടങ്ങൾ. ഉറുബാമ്പയുടെ ഇരു കരകളിലുമായാണ് കൃഷിയിടങ്ങൾ. വൻതോതിലുള്ള കൃഷി നടക്കുന്ന പ്രദേശങ്ങളൊന്നുമല്ല. ചോളമാണ് ഈ മേഖലയിലെ പ്രധാന കൃഷി. കാച്ചിക്വാറ്റ എന്ന ഗ്രാമമാണ് നദിക്കപ്പുറം കാണുന്നത്. കൃഷിയും കന്നുകാലി വളർത്തലും ഉപജീവന മാർഗമാക്കിയവരുടെ ഗ്രാമങ്ങളിലൊന്ന്. കാച്ചിക്വാറ്റയിൽ ഏതാനും ഇൻകാ നിർമ്മിതികളുണ്ട്. സേക്രഡ് വാലിയിലെ പല നിർമ്മിതികൾക്കും വേണ്ടി ഇൻകകൾ കല്ലുവെട്ടിയെടുത്തത് കാച്ചിക്വാറ്റയിലെ ക്വാറികളിൽ നിന്നാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇൻകാ സാമ്രാജ്യത്തിന്റെ ഭക്ഷ്യകലവറയായിരുന്നു പണ്ട് ഈ ഉറുബാമ്പ താഴ്വര. ഇപ്പോഴും ചോളം, ഉരുളക്കിഴങ്ങ്, പയറുവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിയിൽ ഗണ്യമായ സ്ഥാനമുണ്ട് ഈ താഴ്വരയ്ക്ക്. രാവിലെ 6:30 ആയിട്ടേ ഉള്ളൂവെങ്കിലും നല്ല വെയിൽ പരന്നിരിക്കുന്നു. വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ഉറുബാമ്പ നദീതീരത്തുകൂടി തന്നെയാണ് യാത്ര. ഉറുബാമ്പ നദിയുടെ തീരത്തുകൂടിയാണ് 16-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് അധിനിവേശക്കാർ ഈ പ്രദേശങ്ങളിലേക്കെല്ലാം കടന്നുവന്നത്. പിന്നീട് കോളനിക്കാലത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ വലിയ ഉൽപാദന കേന്ദ്രമായി അവർ ഉറുബാമ്പ നദിയുടെ തീരപ്രദേശങ്ങളെ മാറ്റിയെടുത്തു. അല്പം കഴിഞ്ഞപ്പോഴേക്കും ജീവനക്കാരെത്തി മേശയുടെ തട്ട് നിവർത്തി അതിൽ മെനു കാർഡുകൾ സ്ഥാപിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനുവാണ്. കാപ്പിയും കൂൾ ഡ്രിങ്ക്സും ചോക്ലേറ്റും മറ്റുമാണ് അതിലുള്ളത്. മനോഹരമായ ഉറുബാമ്പ താഴ്വരയുടെ കാഴ്ചയിലേക്ക് ക്യാമറ തിരിച്ചുവെച്ച് ഞാനിരുന്നു. ആൻഡീസ് പർവ്വതനിരയുടെ ചെരിവുകൾ, താഴ്വാര സമതലത്തിലെ കൃഷിയിടങ്ങൾ, ഇങ്ങേയറ്റത്ത് ഉറുബാമ്പ നദി. ഇതെല്ലാമാണ് പെറൂവിയൻ ഉൾനാടൻ ഗ്രാമങ്ങളുടെ ഒരു പ്രഭാത കാഴ്ച. വളരെ ലളിതവും സമാധാനപരവുമായ ജീവിതം പുലരുന്ന ഗ്രാമങ്ങളാണ്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് പെറുവിന്റെ രാഷ്ട്രീയത്തിലുണ്ടായ സംഘർഷങ്ങളും അട്ടിമറികളുമൊന്നും ഉറുബാമ്പ താഴ്വരയിലെ കാർഷിക ഗ്രാമങ്ങളെ തെല്ലും ബാധിച്ചിരുന്നില്ല. പലയിടത്തും കാണാം ഇത്തരം ഗ്രാമങ്ങൾ. മൺചുവരും തകരമേൽക്കൂരയുമുള്ള വീടുകൾ.
ഭംഗിയുള്ള കെട്ടിടങ്ങൾ ഒന്നുപോലുമില്ല. ലാറ്റിൻ അമേരിക്കൻ ദരിദ്ര ഗ്രാമങ്ങളുടെ കാഴ്ചകളുടെ ആവർത്തനം. സേക്രഡ് വാലിയുടെ ജീവദായിനിയാണ് ഉറുബാമ്പ. കുസ്കോ ഇൻകാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാവുന്നതിന് മുൻപ് തന്നെ ഈ നദിയുടെ തീരത്തെ ഗ്രാമങ്ങൾ ഇൻകാ സംസ്കാരത്തിന്റെ സവിശേഷ കേന്ദ്രങ്ങളായിരുന്നെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. നഷ്ടമായ ഇൻകാ നഗരങ്ങളെയും കാർഷിക പ്രദേശങ്ങളെയും തേടി 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്കൻ പുരാവസ്തു ഗവേഷകൻ ഹിറാം ബിങ്ഹാം ഈ വഴിയെല്ലാം അലഞ്ഞു നടന്നിരുന്നു. ആൻഡീസ് പർവ്വതമടക്കുകളിലൂടെയും താഴ്വരകളിലൂടെയും ഇവിടുത്തെ ഗോത്രവർഗക്കാരുടെ സഹായത്തോടെ നടത്തിയ ദീർഘമായ യാത്രയ്ക്കൊടുവിലാണ് മാച്ചു പിച്ചു എന്ന മഹാത്ഭുതത്തെ ബിങ്ഹാം കണ്ടെത്തുന്നത്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം. ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും. നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും. ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും. സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ. അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര. ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം. ഓസ്ട്രിയൻ ഗ്രാമഭംഗി. സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ. ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും. പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. ട്രെയിൻ ടാക് നാക് എന്നൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ പുഴയോരത്തെ ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ കിടപ്പുണ്ട്. സിംഗിൾ ട്രാക്ക് റെയിൽവേ ആയതിനാൽ ഇത്തരമിടങ്ങളിൽ കാത്തുകിടന്ന് ഒരു ട്രെയിൻ കടന്നുപോയതിനു ശേഷമേ എതിർദിശയിൽ പോകുന്ന വണ്ടി യാത്ര തുടരൂ. പെറു റെയിലിന്റെ ട്രെയിനാണ് കാത്തുകിടക്കുന്നത്. ഞാൻ യാത്ര ചെയ്യുന്ന വണ്ടി ഇവിടെ ഒന്ന് നിർത്തുന്നുണ്ട്. കാമിനോ ഇൻക എന്നൊരു ട്രെയിലുണ്ട് ഇവിടെ. മാച്ചു പിച്ചുവിലേക്ക് നടന്നു പോകാവുന്ന പർവ്വതപാതയാണിത്. കുറച്ചുപേർ ഞങ്ങളുടെ ബോഗിയിലേക്ക് കയറി വന്നിരിക്കുന്നു. അങ്ങനെ ഒഴിഞ്ഞുകിടന്ന കുറെ സീറ്റുകളിലും ആളുകളായി. ഇൻകകളുടെ സേക്രഡ് വാലിയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ തന്നെയാണ് ഇതെല്ലാം. താഴെ ഉറുബാമ്പ നദി. ഇവിടെയെല്ലാം ധാരാളം ടൂറിസം ആക്ടിവിറ്റികൾക്കുള്ള സംവിധാനങ്ങളുണ്ട്. പർവ്വത വഴികളിലൂടെ മാച്ചു പിച്ചുവിലേക്കുള്ള കാൽനട യാത്രയാണ് അതിൽ ഏറ്റവും പ്രധാനം. മലയോര ഗ്രാമങ്ങളിലേക്ക് നദിക്ക് കുറുകെയുള്ള തൂക്കുപാലങ്ങൾ ചിലയിടത്ത് കാണാം. ഈ കാഴ്ചകളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയിൽ ഹിമാലയൻ ഗ്രാമങ്ങളിലൂടെ നടത്തിയ യാത്രകളാണ് ഓർമ്മയിലെത്തുന്നത്. ഭാഗീരഥിക്ക് കുറുകെയുള്ള തൂക്കുപാലങ്ങളും പാറകൾക്ക് മുകളിലൂടെ പാൽപ്പത ചിന്നി ഗംഗയാർ ഒഴുകുന്ന കാഴ്ചയുമെല്ലാം ഇവിടെ ആവർത്തിക്കുകയാണെന്ന് തോന്നി. ലോകത്തെവിടെയും മലമ്പ്രദേശങ്ങളും താഴ്വരകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മലയിടുക്കുകളിലൂടെ ഒഴുകുന്ന നദി, അതിനു കുറുകെ തൂക്കുപാലം, വികസനമെത്താത്ത ഗ്രാമങ്ങൾ. ഈ മേഖലയിൽ ചില ഖനികൾ പ്രവർത്തനം തുടങ്ങിയ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്താണ് ഇതുവഴി ഒരു റെയിൽവേ എന്ന ആശയം ഉടലെടുക്കുന്നത്. പക്ഷേ 1907 വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനായില്ല. ഒടുവിൽ സ്വകാര്യ സംരംഭകത്വത്തിൽ 1920-ൽ ഇതുവഴിയുള്ള റെയിൽപാത യാഥാർത്ഥ്യമായി. അപ്പോഴും ചരക്കുവണ്ടികൾ മാത്രമായിരുന്നു കടന്നുപോയിരുന്നത്. അപകടകരമായ പ്രദേശത്തുകൂടി ട്രെയിനിൽ സഞ്ചരിക്കാൻ ആളുകൾക്ക് ഭയമായിരുന്നു. 1931-ൽ ഗവൺമെന്റ് റെയിൽപാത ഏറ്റെടുത്ത് അതിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. 1978 വരെ നീണ്ടുനിന്ന പ്രവർത്തനമായിരുന്നു അത്. നദിക്കപ്പുറമുള്ള തിട്ടകളിൽ കൃഷിയിടങ്ങളും ഒറ്റപ്പെട്ട വീടുകളുമെല്ലാം കാണാം. ഇവിടെ ചില തട്ടുതിരിച്ച കൃഷിയിടങ്ങൾ കാണുന്നുണ്ട്. ഇൻകാകളുടെ 6 നൂറ്റാണ്ട് മുൻപത്തെ നിർമ്മിതിയാണത്. ടെറസ് ഫാമിംഗ് എന്ന കാർഷിക വിദ്യയിൽ അതിവിദഗ്ധരായിരുന്നു ഇൻകാകൾ. ഓരോ തട്ടിലും കൃത്യമായ തോതിൽ ജലമെത്തിക്കാനുള്ള സംവിധാനങ്ങൾ വരെ അതിലുണ്ടായിരുന്നു. ഇപ്പോഴിങ്ങനെ ശാന്തമായാണ് ഒഴുകുന്നതെങ്കിലും മഴക്കാലത്ത് സംഹാരരുദ്രയാകുന്ന നദിയാണ് ഉറുബാമ്പ. തിട്ടകളെ ഇടിച്ചും തീരത്തെ കൃഷിയിടങ്ങളെ തകർത്തുമുള്ള ഒരൊഴുക്കായിരിക്കും അത്.
അതിമനോഹരമാണ് ട്രെയിൻ ബോഗിയുടെ ഉൾവശം. സൗകര്യപ്രദമായ ഇരിപ്പിട സംവിധാനങ്ങൾ. മീറ്റർ ഗേജ് പാതയാകയാൽ ആടി ഉലഞ്ഞാണ് ട്രെയിനിന്റെ പോക്ക്. കുറച്ചുകൂടി ചെല്ലുമ്പോഴേക്കും ട്രോപ്പിക്കൽ വനം പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുകയായി. കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ ഏതെങ്കിലും ഒരു കാട്ടരുവിയുടെ തീരത്തുകൂടിയാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നിപ്പോകും. കേരളത്തിലേതിന് സമാനമായ ഭൂപ്രകൃതി. അവിടെയുള്ള തരം വൃക്ഷലതാദികൾ. തെളിനീരൊഴുകുന്ന ഉറുബാമ്പ. ഈ നദിയെ അപ്പർ ഉറുബാമ്പ എന്നും ലോവർ ഉറുബാമ്പ എന്നും വേർതിരിച്ചിട്ടുണ്ട്. ഇത് അപ്പർ ഉറുബാമ്പയാണ്. മറ്റൊരു സ്റ്റോപ്പിൽ വണ്ടി നിന്നു. ഇവിടെ കുറെ പേർ ഇറങ്ങുകയാണ്. ഇൻഡി പാറ്റ എന്നൊരു ചരിത്രാവശിഷ്ടവും മറ്റും ഇവിടെയുണ്ട്. മാച്ചു പിച്ചുവിലേക്കുള്ള ഏറ്റവും പ്രമുഖമായ ഇൻകാ ട്രെയിൽ ആരംഭിക്കുന്നതും ഇവിടെ അടുത്തൊരു പ്രദേശത്തു നിന്നുമാണ്. ടാംബോ ഡി ലോസ് വിയൻഡോസ്, വിനായ് വയന എന്നിങ്ങനെ ഇൻകാ ചരിത്രവുമായി ബന്ധമുള്ള പല കാഴ്ചകളിലേക്കും ഇവിടെ നിന്നു പോകാം. അവിടേക്കെല്ലാം പോകുന്നവരാണ് ഇവിടെ ഇറങ്ങിയത്. സ്റ്റോപ്പിൽ 5 മിനിറ്റ് പോലും ട്രെയിൻ നിർത്തിയില്ല. നമ്മുടെ ഇടുക്കിയിലും വയനാട്ടിലുമെല്ലാം ഉള്ളതരം ട്രോപ്പിക്കൽ വനമേഖലയിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. പശ്ചിമഘട്ടത്തിലേതിനേക്കാൾ തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇവിടെ എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലോവർ ഉറുബാമ്പയുടെ കരയിലാണ് കാമ്പ എന്ന ഗോത്രവിഭാഗത്തിന്റെ സെറ്റിൽമെന്റുകൾ ഉള്ളത്. ഉറുബാമ്പയെ ഇൻകാകൾ വിശുദ്ധ നദിയായാണ് കണ്ടിരുന്നത്. അവരുടെ നിത്യജീവിതത്തിലും ദൈവിക ആരാധനയിലുമെല്ലാം ഉറുബാമ്പയ്ക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. പ്രധാന പട്ടണങ്ങൾ ഉറുബാമ്പയ്ക്ക് അഭിമുഖമായി പണിതുയർത്താൻ അവർ ശ്രദ്ധിച്ചു. അത്തരമൊരിടമായിരുന്നു വിനായ് വയന. അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഒരു മലഞ്ചെരിവ് മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. കുത്തനെയുള്ള മലഞ്ചെരിവുകളിലാണ് ഇൻകാകൾ അവരുടെ പ്രധാന നിർമ്മിതികളിൽ മിക്കതും പണിതുയർത്തിയത്. താഴെ വിശാലമായ ഉറുബാമ്പ സമതലമുള്ളപ്പോഴും എന്തിനാണ് അത്തരം ചെരിഞ്ഞ പ്രദേശങ്ങൾ അവർ ബൃഹത് നിർമ്മിതികൾ ഉണ്ടാക്കാൻ തെരഞ്ഞെടുത്തതെന്ന് ഇപ്പോഴും ഗവേഷകരെ അതിശയിപ്പിക്കുന്ന സംഗതിയാണ്. നദിക്കപ്പുറം പലയിടത്തും കാണാം ചില ക്യാമ്പ് സൈറ്റുകളും മറ്റും. അവിടേക്ക് നദിക്ക് കുറുകെ തൂക്കുപാലങ്ങളുമുണ്ട്. ഇവിടെ അടുത്ത് ഉറുബാമ്പ നദിയിൽ ഒരു ഡാമും അതിനോടനുബന്ധിച്ച് ഒരു പവർ ഹൗസുമുണ്ട്. ഇതാണ് ഡാം. തോമ റെപ്രസാർ എന്നാണ് അതറിയപ്പെടുന്നത്. 60കളിൽ നിർമ്മിച്ച ഡാമാണ്. ഡാമിൽ നിന്നും ഭൂഗർഭ ടണലിലൂടെയാണ് ജലം പവർ ഹൗസിലെത്തിക്കുന്നത്. ഇത്തരം 10ഓളം ബോഗികളുണ്ട് ഈ ട്രെയിനിന്. നദീതീരത്തുകൂടി യാത്ര തുടരുകയാണ്. വരണ്ടുണങ്ങിയെന്നോണം കിടക്കുന്ന നദിയാണ് പിന്നെ കാണുന്നത്. ഉറുബാമ്പയിൽ ജലത്തിന്റെ അളവ് നന്നേ കുറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വരണ്ട നദിയാണ് മാച്ചു പിച്ചുവിലൂടെയും ഒഴുകുന്നത്. ഒരു ടണൽ കടന്ന് ട്രെയിനിന്റെ പിൻഭാഗം നീങ്ങി വരുന്നത് കാണാം. ഫസ്റ്റ് ക്ലാസ്സിൽ 30 പേർക്കും എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ 42 പേർക്കും ഓരോ ബോഗിയിലും യാത്ര ചെയ്യാം. 380 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന ട്രെയിനാണിത്. പശ്ചിമഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഭൂപ്രകൃതിയിലൂടെ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരുന്നു. 1000 വർഷം മുൻപ് ഇൻകാ ജനസമൂഹം വിഹരിച്ചിരുന്ന നിബിഡ വനങ്ങളും മലനിരകളുമാണിത്. ഒരു കാട്ടരുവി പോലുണ്ട് ഇപ്പോൾ ഉറുബാമ്പ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇൻകാകൾ ഈ വനത്തിലുണ്ടാക്കിയ നിർമ്മിതികൾ ഇന്ന് ടൂറിസത്തിലൂടെ പെറുവിന് വലിയ വരുമാനം കൊയ്യാനുള്ള മാർഗമായിരിക്കുന്നു. മാച്ചു പിച്ചുവിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നത് ഇങ്ങനെ ട്രെയിൻ മാർഗമോ അല്ലെങ്കിൽ നടന്നോ ആണ്. കുസ്കോ തുടങ്ങിയ പട്ടണങ്ങളിൽ നിന്ന് റോഡ് മാർഗം മാച്ചു പിച്ചുവിലെത്തുക ദുഷ്കരമാണ്. ടാറിംഗ് പോലുമില്ലാത്ത മലമ്പാതകളിലൂടെ ഒരു ദിവസം മുഴുവൻ നീളുന്ന യാത്രയായിരിക്കും അത്. ഈ റെയിൽവേ ലൈൻ ഇല്ലെങ്കിൽ ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തന്നെ നിലച്ചുപോകും. ഇൻകാ ട്രെയിനിലൂടെ നടന്ന് മാച്ചു പിച്ചുവിലെത്താൻ അധികം സഞ്ചാരികൾ തയ്യാറാവില്ല. ട്രെയിൻ മാച്ചു പിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. മാച്ചു പിച്ചുവിന്റെ ചരിത്രാവശിഷ്ടങ്ങൾ ഇവിടെ അടുത്താണെന്ന് ധരിക്കരുത്. ഒരു കൊടുമുടിയുടെ മുകളിലാണത്. സ്റ്റേഷനാകട്ടെ മലയുടെ താഴ്വാരത്താണ്.
ഇവിടെ നിന്നും ഇനി മല കയറി വേണം യഥാർത്ഥ മാച്ചു പിച്ചുവിലേക്കെത്താൻ. മാച്ചു പിച്ചു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായപ്പോൾ അതിനനുബന്ധമായി വളർന്ന ഒരു പട്ടണമാണ് ഇവിടെയുള്ളത്. അഗ്വാസ് കലീൻഡസ് എന്നാണ് ഈ ടൗണിന്റെ സ്പാനിഷ് നാമം. ട്രെയിൻ സ്റ്റേഷനിൽ നിന്നു. ഇതാണ് ഈ റൂട്ടിലെ അവസാന സ്റ്റേഷൻ. ഞാനും പുറത്തേക്ക് നടന്നു. ധാരാളം ട്രെയിനുകൾ വന്നു ചേരുകയും പുറപ്പെടുകയും ചെയ്യുന്ന സ്റ്റേഷനാണിത്. നേരത്തെ കുസ്കോ നഗരത്തെ ബന്ധപ്പെടുത്തിയായിരുന്നു ട്രെയിൻ സർവീസ്. എന്നാൽ ഇപ്പോൾ ഇടയ്ക്കുള്ള ചില സ്റ്റേഷനുകളിലേക്കാണ് സർവീസ്. സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് നടന്നു. പുറത്ത് എന്നെ കാത്ത് ഒരാൾ നിൽപ്പുണ്ടാവുമെന്നാണ് ടൂർ കമ്പനി അറിയിച്ചിരിക്കുന്നത്. വലിയ ജനക്കൂട്ടം. അതിനിടയിൽ എന്നെ കാത്തുനിൽക്കുന്നയാളെ തേടി നടക്കുകയാണ്. നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ. ഓരോ ട്രെയിനും എത്തുമ്പോൾ സഞ്ചാരികളുടെ വൻ സംഘങ്ങൾ വന്നിറങ്ങുന്നു. ഗൈഡിനെ കാണുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെയാണ് ഞാൻ പുറത്തേക്ക് നടക്കുന്നത്. എന്നെ കാത്തൊരാൾ ഇവിടെ എവിടെയോ നിൽപ്പുണ്ടെന്ന പ്രതീക്ഷയോടെ.